അപ്പോൾ ഈ കാണുന്നത് എൻ്റെ വിങ്ക പ്ലാന്റ് ആണ്. അപ്പോൾ ഞാനിപ്പോൾ ചുമ്മാ വന്ന് നോക്കിയ സമയത്ത് ഇതിനെല്ലാം തണ്ടെല്ലാം ഇങ്ങനെ ചീഞ്ഞിരിക്കുന്നു. എന്താ പറ്റിയെന്ന് മനസ്സിലാവണില്ല. ഇന്നലെ വരെ ഒരു കുഴപ്പമില്ലാണ്ടിരുന്ന പ്ലാന്റ് ആണ്. അപ്പോൾ കണ്ടോ, നടുക്കുന്ന് ഇങ്ങനെ ഒരു ചീഞ്ഞതുപോലെ ഇങ്ങനെ തണ്ടെല്ലാം ഇങ്ങനെ ചീഞ്ഞു പോവാണ്. അപ്പോൾ ഇതെന്താ പ്രശ്നമെന്ന് എനിക്ക് മനസ്സിലായില്ല. അപ്പോൾ കണ്ടോ, താഴോട്ട് അത് സ്പ്രെഡായി എൻ്റെ മെയിൻ സ്റ്റെമ്മിനെ വരെ ബാധിച്ചിട്ടുണ്ട്. ഇനിയും താഴോട്ട് പോയി കഴിഞ്ഞാൽ എൻ്റെ പ്ലാന്റ് മൊത്തം നഷ്ടമാവും. അപ്പോൾ അതുകൊണ്ട് ഞാനൊരു കാര്യം ചെയ്തു, ഞാനത് കട്ട് ചെയ്തു. കണ്ടില്ല, ഇതായിരുന്നു ഈ വിങ്കയുടെ ഫ്ലവർ. നല്ല വിങ്ക പ്ലാന്റ് ആയിരുന്നു. ഇന്നലെ ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല. ഞാൻ ആ തണ്ട് കട്ട് ചെയ്തു. ചീയൽ ബാധിച്ച തണ്ടില്ല, ഞാൻ കട്ട് ചെയ്ത് കളഞ്ഞിട്ട് നമുക്കൊന്ന് വേറെ പ്രൊപ്പഗേറ്റ് ചെയ്യാൻ ട്രൈ ചെയ്ത് നോക്കാം. പിടിക്കുമെന്ന് അറിയത്തില്ല, എന്നാലും ട്രൈ ചെയ്യാം. അതുപോലെ ഞാൻ 2 തണ്ടുകളും കട്ട് ചെയ്ത് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് നട്ടു കൊടുത്ത് നോക്കാം. അതുപോലെ തന്നെ ചീഞ്ഞ ഭാഗങ്ങളെല്ലാം കട്ട് ചെയ്തതിന് ശേഷം ഞാൻ മദർ പ്ലാന്റിന് സാഫ് ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാമെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഫംഗൽ ഇൻഫെക്ഷനൊക്കെ ആണെങ്കിൽ അത് സ്പ്രെഡ് ആവാതിരിക്കാൻ വേണ്ടിയാണ് അങ്ങനെ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഞാൻ ബാക്കിയുള്ള സ്റ്റെമ്മെങ്കിലും നമുക്കൊന്ന് ബാക്കി പിടിച്ച് കിട്ടുമെന്ന് നോക്കാമല്ലോ. അപ്പോൾ ഞാൻ നല്ലപോലെ കട്ട് ചെയ്ത് കണ്ടോ, ഹോൾസ് പോലെ ആയിട്ടുണ്ട്. അത്രത്തോളം അടിയിലേക്ക് അത് സ്പ്രെഡായി പോയിട്ടുണ്ട്. ഇനിയും താഴോട്ട് പോയാലും എനിക്ക് പ്ലാന്റ് കിട്ടില്ല. അതുകൊണ്ട് ഞാൻ നല്ലപോലെ സാഫ് സ്പ്രേ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇത് ഹെൽപ്ഫുൾ ആവുമോയെന്ന് അറിയില്ല, പക്ഷെ എന്തായാലും ഞാൻ അതിൻ്റെ അപ്ഡേറ്റ്സ് അറിയിക്കാം കേട്ടോ. ഹെൽപ്ഫുൾ ആവുമെന്നുണ്ടെങ്കിൽ എന്തായാലും ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ അതിൻ്റെ അപ്ഡേറ്റ് അറിയിക്കണതാവും. ഞാൻ നല്ലപോലെ പ്ലാന്റിന് അത് സ്പ്രേ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഈ പ്ലാന്റിൽ നിന്ന് നേരത്തെ എടുത്ത് മാറ്റി വെച്ച കട്ടിങ്സ് 2 എണ്ണവും ഞാൻ വേറെ നട്ടു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് പിടിച്ചിട്ടുണ്ടോ എന്നുള്ള അപ്ഡേറ്റും ഞാൻ പറയാം കേട്ടോ. ഈ ചെടി കണ്ടോ, മൊത്തം ക്ലീൻ ചെയ്ത് നല്ലപോലെ സാഫ് സ്പ്രേ ചെയ്തിട്ടാണ് ഇപ്പോൾ വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇനി ഇത് തിരിച്ച് വരുമോ എന്നൊക്കെ നമുക്ക് നോക്കാം. തിരിച്ചു വരും എന്നുള്ളൊരു പ്രതീക്ഷയിലാണ് ഞാനത് ചെയ്യണത്. ഓക്കെ, അപ്പോൾ ഇപ്പം ഫ്രഷ് ആയിട്ടുള്ള സ്റ്റെമ്മ് മാത്രമേ ഞാൻ പ്ലാന്റിൽ വെച്ചിട്ടുള്ളൂ.